ഹായ് നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏരീസിന് വേണ്ടിയിട്ട് ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് 2026 ഇയർലി റീഡിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. എല്ലാവർക്കും എൻ്റെ ചാനലിൽ വെൽക്കം. ഈ ചാനലിൻ്റെ പേര് ടാരോ വാരിയർ മലയാളമാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടാണ് ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോനെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ 2026 എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് പൊതുവെ ജനറലി ഓവറോൾ എന്താണ് എനർജി ഉണ്ടാവുക, എന്താണ് ഓവറോൾ മെസ്സേജ് വരണമെന്ന് നമ്മൾക്ക് ഇന്ന് ഈ റീഡിങ്ങിൽ നമ്മൾ അതാണ് ഇന്ന് നോക്കാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾക്ക് മാച്ച് ആവണ, നിങ്ങളുടെ ലൈഫിലേക്ക് മാച്ച് ആവണ മെസ്സേജസ് എടുക്കുക, ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 എങ്ങനെയായിരിക്കും, എന്താണ് ഓവറോൾ എനർജി 2026 ഇയർലി ഓവറോൾ എനർജി നിങ്ങളുടെ ലവേഴ്സാണ്. ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ഫസ്റ്റ് 3 months. അപ്പോൾ ഇത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഉള്ള എനർജിയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം ഞാനിത് ഇങ്ങനെ 4 കാർഡ്സായിട്ട് നമ്മൾക്ക്. അപ്പോൾ ഏരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറോൾ എനർജി ലവേഴ്സാണ്. ഓക്കെ, ലവേഴ്സ് എനർജി ജെമിനി എനർജിയാണ്. പക്ഷേ ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ്, ചോയ്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ 2026 നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എനർജി ഞാൻ പിക്കപ്പ് ചെയ്യണത് റൊമാൻറ്റിക് എനർജിയാണ്. ഇത് റൊമാൻസ് ആവാം, പക്ഷേ ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പും ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിസിനസ്സിലാണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആവാം. പക്ഷേ പൊതുവേ ഞാൻ കാണുന്നത് ഒരു റിലേഷൻഷിപ്പാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരണേ. ആ എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തോ നിങ്ങൾക്ക് റൊമാൻറ്റിക്കലി ഞാൻ കാണുന്ന എന്തോ ഒരു വലിയ മെസ്സേജ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് 2026. ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. പറഞ്ഞ പോലെ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ചോയ്സും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് വെച്ചാൽ ആ ചോയ്സ് നിങ്ങൾക്ക് 2026 ഉണ്ടാക്കേണ്ടി വരും. പേജ് ഓഫ് വോൺസ് ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കുറേ ഒരു പാഷനറ്റ് എനർജിയാണ് ഞാൻ കാണുന്നത്, പാഷൻ ഉള്ള എനർജി. പക്ഷേ നൈറ്റ് ഓഫ് വോൺസ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. അപ്പോൾ കുറേ പാഷൻ ഉണ്ട്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ഇവിടെ ഇല്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഓൾറെഡി ഒരു പേഴ്സൺ ഉണ്ടാവും ആൻഡ് നിങ്ങളുടെ ലൈഫിൽ പുതിയ പേഴ്സൺ വരണു. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലൊരു സ്റ്റെബിലിറ്റി ഇല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണെ കുറേ ഇഷ്ടമാണ്, മറ്റേ പേഴ്സൻ്റെ കൂടെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതാണ് ഞാനിവിടെ കാണുന്നത്. ആദ്യത്തെ 3 മാസം ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിലാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഞാൻ കാണുന്നത് കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് എനർജിയാണ്, ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി ഉണ്ടാവും. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്, ലവ് റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത്, ഡിവോഴ്സ്ഡ് അല്ല വെച്ചാൽ സിംഗിൾ ആണ് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഡിവോഴ്സിൻ്റെ കാര്യം എന്താ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിവോഴ്സ്ഡ്, ചില സമയത്ത് അതൊരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജി ആവാം. ഓക്കെ, പക്ഷേ ആ ഡിവോഴ്സ് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല, ഇത് നിങ്ങൾ കംപ്ലീറ്റ്ലി സിംഗിൾ ആണ് വെച്ചാലും ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട്. ഓക്കെ, പുതിയ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഫസ്റ്റ് 3 months തന്നെ ആയിരിക്കും നിങ്ങൾ ഈ പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിനെക്കുറിച്ച് എന്താണ് നമ്മൾക്ക് അറിയാൻ പറ്റുക? അപ്പോൾ ഈ പുതിയ റിലേഷൻഷിപ്പ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇത് റിലേഷൻഷിപ്പ് നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അതൊക്കെ പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്യണത്. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് 3 months ഞാൻ അതാണ് എനർജി കാണുന്നത്.
പിന്നെ വരണ സമയം ഏപ്രിൽ മെയ് ജൂണിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഇമ്പൾസീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കുറച്ചൊരു ഇമ്പൾസീവ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ട്രാവൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഉണ്ടാവും. അടുത്ത 3 months പറഞ്ഞ ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ വരെ നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് എനർജി ഉണ്ട്. പറഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിട്ടൊരു എനർജി അല്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കുറേ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ മാതിരി ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളോട് പറയണത് കുറച്ചൊരു എന്താ പറയുക, നിങ്ങളുടെ എനർജിയിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് പറയണത്. ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. സ്ട്രെങ്ത് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കുറേ അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടാവും. പറഞ്ഞാൽ ചില ചേഞ്ചസ്, ചില മാറ്റങ്ങളൊക്കെ വരണത് ഒരു അൺഎക്സ്പെക്റ്റഡ് തരത്തിലാണ്. ചില ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് കിട്ടും, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ. ഞാൻ പറഞ്ഞ പോലെ ഉടനെ ട്രാവൽ ചെയ്യണ എനർജിയും ഉണ്ട്. അപ്പോൾ കുറേ ട്രാവലിംഗ് ഉണ്ടാവും. പിന്നെ അതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രാവൽ ആയിരിക്കും. ഇല്ലെങ്കിൽ ചില പ്രോജക്ട്സോ പുതിയ തുടക്കം വരണത് ഒരു പറഞ്ഞ പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും നെക്സ്റ്റ് 3 months. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ചില സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആക്ഷനൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ അത് ശരിയായ ആക്ഷനാണോ അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ടാപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് ഏപ്രിൽ തൊട്ടിട്ട് ജൂൺ വരെ കുറേ സ്ട്രോങ് ആവും. അപ്പോൾ അതിൻ്റെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉടനെ തീരുമാനം എടുക്കണം വെച്ചാൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെച്ചാൽ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് കുറേ ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. പിന്നെ വരണ സമയം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണ്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു സ്റ്റേബിൾ എനർജിയാണ് കാണുന്നത്. ഒരു പുതിയ ജോബിൻ്റെ എനർജി ഉണ്ട്, പുതിയ ഫിനാൻഷ്യൽ തുടക്കമുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സ്റ്റുഡൻസ് ആണ് വെച്ചാൽ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരേണ്ട, ഒരു പുതിയ കോഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷനാണ്. ഇതൊരു റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് എനർജിയും ആവാം. പക്ഷേ അതിലും നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടേ, ഒരു കൺഫ്യൂഷൻ മാതിരി ഒരു എനർജി ഉണ്ട് ഇവിടെ. അതെന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ. ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് അത്ര ഒരു പറഞ്ഞാൽ വിചാരിച്ച പോലെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷുവർ അല്ല ഇത് എനിക്ക് വേണ്ടിയിട്ട് ശരിയാവോ. എന്താ വെച്ചാൽ ഇതൊരു റൂട്ടീൻ മാതിരി ഒരു എനർജിയാണ്, അങ്ങനെ ഒരു എക്സൈറ്റിംഗ് എനർജിയൊന്നും അല്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത്രയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. പക്ഷേ ഞാൻ കാണുന്നത് കുറേ സ്റ്റേബിൾ എനർജിയാണ് ഇത്. അപ്പോൾ നിങ്ങളിത് ആക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് ടേം കുറേ ഒരു സ്റ്റെബിലിറ്റി വരും. നിങ്ങളുടെ ലവ് ലൈഫ് ആവാം ഇത്, അതല്ല വെച്ചാൽ കരിയർ ഡിസിഷനും ആവാം. ഏസ് ഓഫ് വോൺസ് ആണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റ് 3 months നിങ്ങളുടെ 2026 ഏസ് ഓഫ് വോൺസ് പാഷൻ്റെ എനർജിയാണ്. പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഇത്. ഇത് ക്രിയേറ്റീവ് എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ജോലിയിലും ഞാൻ കാണുന്നത് കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ട്. നിങ്ങളൊരു ക്രിയേറ്റീവ് ലൈനിലാണ് വെച്ചാൽ അതിൽ കുറേ നിങ്ങൾ ബിസി ആയ സമയമാണ് നിങ്ങൾക്ക് വേണ്ടി. റിലേഷൻഷിപ്പിലും കുറേ പാഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത്ര സമയം ഉണ്ടായില്ല ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ കാണുന്നത് ലാസ്റ്റ് 3 months കുറേ പാഷൻ ഉണ്ട്, കുറേ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, കുറേ ഒരു എനർജി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 3 months നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും ജോലിയിലും എല്ലാത്തിലും നല്ല സമയമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ചിന് നമ്മൾക്ക് നോക്കാം. 2026 ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് എന്തായിരിക്കും? നിങ്ങൾക്ക് ചാലഞ്ച് 5 of Cups ആണ്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഒരു പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് കുറേ അവിടെ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, കുറച്ചൊരു എന്താ പറയുക ഒരു മിസ് ഔട്ട് ചെയ്ത പോലെ ഒരു എനർജി കാണാണ്ട്. എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ആ പേഴ്സണെ ഓർക്കണോ, ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ഓർക്കണോ, അതിനെക്കുറിച്ച് കുറേ വിഷമമുണ്ട്, കുറേ ഒരു മിസ് ഔട്ടായി പോയി എന്ന മാതിരി ഒരു ഫീലിംഗ് ഉണ്ട്.
നയൻ ഓഫ് കപ്സ് ഇതൊരു നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരുന്നു, നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, പക്ഷെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഓക്കെ, പക്ഷേ എന്താണ് നിങ്ങൾക്ക് അഡ്വൈസ് 2026 വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? അഡ്വൈസ് നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ അഡ്വൈസിൽ വന്നിരിക്കണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലോയിൽ പോകണം, മുമ്പോട്ട് പോകണം. പിമ്പാത്ത് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കേണ്ടത്. പറഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങൾ ഈ പാസ്റ്റിലേക്ക് പോകണത് അത് ചെയ്യരുത്. എന്താ വെച്ചാൽ ലൈഫ് നിങ്ങളെ മുമ്പോട്ടേക്കാണ് കൊണ്ടുപോവാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ 2026 തന്നെ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. എന്താ വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഗുഡ് ലക്കിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഒരു നല്ല ഗുഡ് ലക്കും ഗുഡ് എനർജി, നല്ല എനർജി, അബണ്ടൻസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. പക്ഷേ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പാസ്റ്റിനെ ക്ലിയർ ഔട്ട് ചെയ്യണം. ഞാനിവിടെ കാണുന്നത് ഇൻഫാക്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു നല്ല സമയം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് മുമ്പോട്ടേക്ക് പോകാനാണ് പറയേണ്ടത്. ഇൻഫാക്ട് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 2026 നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ ഒരു ലവ് റിലേഷൻഷിപ്പിൻ്റെ മുകളിലാണ്. ഓക്കെ, അതിലാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല സമയം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് പാസ്റ്റിലേക്ക് എടുക്കാൻ നോക്കരുത്. പാസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്യൂച്ചറിൽ വരാൻ പോണ സമയം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യാം. അതിനെ പോസിറ്റീവായി നോക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണു. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 ഔട്ട്കം നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ് ആണ്. കിങ് ഓഫ് സോഡ്സ് ഒരു വെരി ക്ലാരിറ്റി ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് പറയണത്. 2026 ക്ലാരിറ്റിയുടെ കൂടെ വേണം മുമ്പോട്ട് പോവുക. കിങ് ഓഫ് വോൺസും ഉണ്ട്. അത് ആക്ച്വലി നിങ്ങളുടെ തന്നെ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. 9 ഓഫ് വോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് പാഷൻ, ചില സമയത്ത് നിങ്ങൾക്ക് പാഷൻ്റെ കൂടെ വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ ചില സമയത്ത് ഒരു ക്ലാരിറ്റിയും വേണം, ഒരു പ്രാക്ടിക്കൽ എനർജിയും വേണം. പാഷൻ മാത്രം പോരാ. ഓക്കെ, ഇവിടെ 9 ഓഫ് വോൺസ് ഒരു പേടിയുടെ എനർജി ഉണ്ട്. എന്തോ നിങ്ങളുടെ മനസ്സിലൊരു ഫിയർ ഉണ്ട്, മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യമില്ല, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് കുറേ സെലിബ്രേഷൻസ് ഉണ്ട്, കുറേ സക്സസ് ഉണ്ട്, കുറേ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ബോൾഡായിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക, ബോൾഡായിട്ട് വേണം മുമ്പോട്ടേക്ക് പോവുക, ബോൾഡായിട്ട് വേണം കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ, ചാലഞ്ചസ് ഫേസ് ചെയ്യാനും നല്ല ഒരു ഇന്നർ സ്ട്രെങ്ത് വേണം. അപ്പോൾ അതൊക്കെ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ 2026 പൊതുവെ ഒരു മിക്സ്ഡ് ഇയർ ആണ്. പക്ഷേ ഫോക്കസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ചാലഞ്ച് വന്നാലും ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കാൻ നോക്കുക. എന്താ വെച്ചാൽ സക്സസ്ഫുൾ ഇയർ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറേ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏത് മാസമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലക്കി മന്ത്? ലക്കി മന്ത് നിങ്ങൾക്ക് ഓഗസ്റ്റാണ്. സൂക്ഷിക്കാനുള്ള മന്ത് ഏതാ പറഞ്ഞാൽ ഏത് മന്താണ് ഏറ്റവും ചാലഞ്ചിങ് ഉള്ള മന്ത്? ഏറ്റവും ചാലഞ്ചിങ് മന്ത് നിങ്ങൾക്ക് ജൂലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയർലി 2026 ജനറൽ റീഡിംഗ്. നിങ്ങൾക്ക് ഇത് കാട്ടിലും കൂടുതൽ ഒരു ഫോക്കസ്ഡ് പേഴ്സണൽ റീഡിംഗ് 2026 എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതാ അറിയണം വെച്ചാൽ എൻ്റെ കൂടെ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.